10ാമത്തെ എക്സ്പെരിമെൻറ്റിലത്തെ ലാസ്റ്റത്തെ ഇട്ടത് 4ാമത്തെ പുറത്തുനിന്ന് കണക്ഷൻ എടുക്കണം. വാനിമുൽ സിമുലേഷൻ അങ്ങനെ ഉണ്ട്. അപ്പോൾ ഇതിന് WRT റൂട്ടർ എടുക്കുക, പിന്നെ ഒരു സ്വിച്ച്, രണ്ട് PC പിന്നെന്താ മോഡം, DSL മോഡം, സെർവറിലാണ് വെബ് സെർവറൊക്കെ സെറ്റ് ചെയ്യുക, DNS DHCP ഒക്കെ. പിന്നെ ക്ലൗഡ്, കണക്ഷൻ കൊടുക്കുക. ഇവിടെ നിന്ന് കണ്ടു കൊടുക്കുമ്പോൾ ഇവിടെ ഇൻ്റർനെറ്റ് പോർട്ടിലേക്കാവും കണക്ഷൻ പോയിണ്ടാവുക. നോക്കിയാൽ മതി. കാരണം ഇത് പുറത്തുനിന്ന് വരുന്ന കണക്ഷനാണ്. എന്താ പറയുക, ഇൻ്റർനെറ്റ് പോർട്ടിലേക്കാണ് പോകണം. അപ്പോൾ പുറത്തുനിന്ന് വരുന്ന കണക്ഷനാണ്. ഓക്കെ, ഇവിടെ ഇങ്ങനെ തന്നെ വരും. ഫസ്റ്റ് സെർവറിൽ IP കൊടുക്കുക. ഇവിടെ സെർവറിൻ്റെ IP കൊടുക്കുക 10.0.0.1. സബ്നെറ്റ് മാസ്ക് താനെ വരും. പിന്നെ ആദ്യം DHCP സെറ്റ് ചെയ്യുക. വെച്ച് കഴിഞ്ഞാൽ ഈ പോർട്ടിലേക്ക് കണക്ഷൻ പോകുമ്പോൾ ഒരു IP അഡ്രസ്സ് അവിടെ എന്താ പറയുക താനെ വരും. കണക്ഷനാവുമ്പോൾ എന്താ പറയുക, IP അഡ്രസ്സ് ഇതാ ഇൻ്റർനെറ്റ് പോർട്ടിനടിയിൽ ഇൻ്റർനെറ്റ് എന്ന് എഴുതിയില്ലേ, അതിൻ്റെ നേരെയുള്ളതിന് IP അഡ്രസ്സ് താനെ വരും. അപ്പോൾ ഇവിടെ DHCP സെറ്റ് ചെയ്യണം അതിന് അങ്ങനെ വരാൻ. അപ്പോൾ ഇവിടെ ഒരു ഗേറ്റ് വേ കൊടുക്കുക. 10.0.0.1 തന്നെ കൊടുക്കുക. DNS സെർവർ അതന്നെ കൊടുത്തു 10.0.1. സ്റ്റാർട്ട് IP അഡ്രസ്സ് എന്താ ഈ IP എന്നാണ് അവിടുന്ന് കൊടുത്തു തുടങ്ങും. 100 കൊടുത്തു, 10.0 എന്തെങ്കിലും കൊടുത്തു. ഇതാണെങ്കിൽ മാക്സിമം SSS 500. സേവ് ആഡ് സേവ് ഏതെങ്കിലും. ഇപ്പോൾ ആഡായിട്ടുണ്ട് DHCP. കുറച്ച് കഴിഞ്ഞാൽ വരും. അത് ഇവിടെ എന്തോ സെറ്റാക്കണം. ക്ലൗഡ് DNS സെറ്റാക്കാം. ഒരു മിനിറ്റ്, HTTP ഓണാക്കാം. ഇതിലത്തെ ഇൻഡെക്സാണ് വരിക. ഇപ്പോൾ നമ്മൾ അടിച്ച് തന്നെയാണോ വന്ന് നോക്കാം. ഹലോ ബ്ലാ ബ്ലാ.
HTTP ഇത്ര തന്നെ ഉള്ളൂ, ഓണാക്കിയിട്ടാൽ മതി. ഇനി DNS ആണ് സെറ്റാക്കേണ്ടി. ഇത് ഓണാക്കുക, ഒരു പേര് കൊടുക്കുക, myserver.com. അതാണ് ക്വസ്റ്റ്യൻ. അഡ്രസ്സ് 10.0.0.1 ആഡ് ചെയ്യുക, സേവ്. ആഡാക്കിയിട്ടുണ്ട്. ഇതും അത് ഓണാക്കണം, മറന്നു. ഓണാക്കിയാലേ വർക്കാവുള്ളൂ. ഇതിൽ DSL ജസ്റ്റ് പോയിട്ട് വെറുതെ ആഡ് കൊടുക്കുക. ഇനി റൂട്ടറിൽ സെറ്റ് ചെയ്യണം. ഈ റൂട്ടറിൽ നമ്മൾ DHCP സെറ്റ് ചെയ്യും. അപ്പോൾ ഈ താഴെയുള്ള 2 PCയിലേക്ക് താനെ ഓട്ടോമാറ്റിക്കായിട്ട് IP അഡ്രസ്സ് പോവും. അത് സെറ്റാക്കണ കാണിച്ചു തരാം. ഇതിൽ GUIയിൽ പോവുക. ഇത് റൂട്ടറിൻ്റെ IP അഡ്രസ്സ്. DHCP സെർവർ. ഇവിടെ സ്റ്റാർട്ട് IP അഡ്രസ്സ് 100 തന്നെ മതി, വേറെ കൊടുക്കണമെന്നില്ല. ഇവിടുത്തെ DNS അവിടെ കൊടുത്തുള്ള തന്നെ കൊടുക്കുക, 10.0.0.1 ഇങ്ങനെയൊക്കെ കൊടുക്കണം. സേവ് ചെയ്യാം. ക്ലോസ്. ഇവിടെ IP വരുന്നുണ്ടോയെന്ന് നോക്കാം. DHCP ഒക്കെ കണ്ടോ, താനെ വന്ന് ഗേറ്റ് വേ കണ്ടില്ലേ. റൂട്ടറിൻ്റെ IP ആണ് ഗേറ്റ് വേ വന്നിരിക്കുന്നത്. DNS സെർവർ 10.1 അത് നമ്മളവിടെ കൊടുത്തുള്ളത്. ഇവിടെയും ഇതുണ്ടോ 101. നേരത്തെ സ്റ്റാർട്ട് ചെയ്തത് 100 എന്നാണ്, അപ്പോൾ അവിടെ 101. സ്റ്റാറ്റിക്കായിട്ടല്ല കൊടുത്തുള്ളത്, DHCP ആയിട്ട്, ഡൈനാമിക്കായിട്ട്. ഓക്കെ, സ്വിച്ചിലൊന്നും ചെയ്യണ്ട. കണ്ടോ, ഇപ്പോൾ ഇൻ്റർനെറ്റ് പോർട്ടിൻ്റെ അവിടെയും IP അഡ്രസ്സ് വന്നിട്ടുണ്ട്. അത് വന്നുള്ളത് ഇവിടുന്ന്. ഇതിൽ DHCP സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, സ്റ്റാർട്ട് IP അഡ്രസ്സ് 100. ഇവിടുന്നാണ് ഈ പോർട്ടിലേക്കുള്ള ഇപ്പോൾ വന്നുള്ളത്. ഇൻ്റർനെറ്റ് ഇത്ര തന്നെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിങ് ചെയ്ത് നോക്കാം. പിങ് 10.0.1. റിപ്ലൈ വരുന്നുണ്ട്. ഇനി അവിടെ DNS സെർവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു, myserver.com എന്നായിരുന്നു. www. ഓർമ്മില്ല, നോക്കിയത് കണ്ടോ, റിപ്ലൈ വന്നു. പിന്നെ നമ്മൾ HTML എഡിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു, അത് നോക്കിയോ. ലോഡാവണില്ലല്ലോ. വന്ന് ഇവിടെ
myserver.com എന്നടിച്ചാൽ മതി. കണ്ടോ, ഇത് ഞാൻ എഡിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. ഹലോ ബ്ലാ ബ്ലാ ബ്ലാ. ഇത്ര ഉള്ളൂ ഈ എക്സ്പെരിമെൻ്റ്. ഇവിടെ കണ്ട DNS സെർവർ 10.1 സെറ്റായിട്ടുണ്ട്. അതേപോലെ ഗേറ്റ് വേ. ഈ DNS സെർവർ ഇവിടെ 10.1 സെറ്റായുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റാറ്റിക് DNS, എന്താ പറയുക, DHCP സെർവറിൽ. അപ്പോൾ അവിടെ നിന്ന് താനെ അടിക്ക് പോവും. പിന്നെ ഇവിടുത്തെ DHCPന്ന് എന്ത് ചെയ്യും, ഈ പോർട്ടിലേക്ക് IP അഡ്രസ്സ് പോകും, ഇൻ്റർനെറ്റ് പോർട്ട്. അത് നമ്മൾ നോക്കണം. ഇവിടുന്ന് ഈ വയറ് ഇങ്ങോട്ട് കണക്ഷൻ കൊടുക്കുമ്പോൾ ഇൻ്റർനെറ്റ് പോർട്ടിലേക്ക് തന്നെയാണ് കൊടുക്കണം നോക്കണം, എപ്പോഴും ഉറപ്പ് വരുത്തുക. പിന്നെന്താ ഈ ക്ലൗഡിൽ DSL എന്താ ഇവിടെ വെറുതെ ആഡ് കൊടുത്ത് DSL എടുത്തിട്ട് വേറൊന്നും ചെയ്തില്ല. മോഡത്തിലൊന്നും ചെയ്തിട്ടില്ല. സെർവറിൽ DHCP DNS HTTPയും സെറ്റ് ചെയ്ത്, പിന്നെ ഇവിടെ ഒരു IP സെറ്റ് ചെയ്തു. വേറൊന്നുമില്ല ഇതിൽ, കാര്യമായിട്ടൊന്നുമില്ല. സെറ്റ് ചെയ്യുമ്പോൾ ഒക്കെ 10.1 കൊടുത്ത് അങ്ങനെ കൊടുത്താൽ മതി, കിട്ടും. പിന്നെ റൂട്ടറിൽ DHCP സെർവർ സെറ്റ് ചെയ്തു. ഓക്കെ, ഇതിൽ കമാൻഡൊന്നുമില്ല, ഇത് ഇത്രേ ഉള്ളൂ.